അപ്പോൾ ഏതായാലും ഞങ്ങളുടെ കൂടെ ഒരു 3 ദിവസം അനു ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തു. ഇനി 2 ദിവസം ഉണ്ട്, 5 ദിവസത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ അതിൽ നിന്നും അനുവിന് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം നമ്മൾ സിംപിൾസിറ്റി, നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുക, ഒരു ഫ്രീ ബേഡിനെ പോലെ ജീവിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് ഇടപെടാതെ നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള സാധനം അത് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാം. നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ വേറെ ആൾക്കാരും ഇങ്ങോട്ടേക്ക് കടന്നു കയറ്റം വേണ്ട. പക്ഷേ മറ്റുള്ളവരുടെ റെസ്പെക്റ്റോടുകൂടിയിട്ട് ബഹുമാനത്തോടുകൂടിയിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ്. എല്ലാ സോളും ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞാൻ എന്നുള്ള തത്വം ഉണ്ടല്ലോ, ആ തത്വത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോട് ദേഷ്യം എന്നുള്ള സാധനമേ വരത്തില്ല. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ശാന്തമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ സാധനം. ഇവിടെ സാധാരണ നമ്മൾ ഒത്തിരി ആളുകളുണ്ട്, കണ്ടിട്ടുണ്ട്, ഞാനൊരു കുറ്റമായിട്ട് പറയുന്നില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാരെ ഫോഴ്സ് ചെയ്യുക, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ. പക്ഷെ അവർ പറയുന്നത് പുസ്തകങ്ങളിലുള്ള കുറേ തത്വങ്ങളായിരിക്കും. എന്നിരുന്നാലും അതിനകത്ത് പ്രായോഗികമായ തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആത്മീയതയിൽ ഇതേപോലെ സിംപിൾസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹായ്, എൻ്റെ പേര് അനക. ഞാൻ ഹൈദരാബാദാണ്, ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. അത്യാവശ്യം ഒരു മോഡേൺ ലൈഫ് ലീഡ് ചെയ്യണ ഒരാളാണ്. അപ്പോൾ മാമൻ്റെ ചോദ്യം എന്നോട് ആത്മീയത അല്ലെങ്കിൽ ഈ 3 ദിവസങ്ങളിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുട്ടാ, ഞാനൊരു ഗോഡിനെ ബിലീവ് ചെയ്യണ ഒരാളാണ്. പക്ഷെ അമിതമായിട്ടൊരു ഭജനയോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ കാര്യങ്ങൾ മാസത്തിലൊരിക്കലും ചിലപ്പോൾ ടെമ്പിളിൽ പോവും എന്നുള്ള ഒഴിച്ച് വേറെ ഒരു ഇതുണ്ടായിരുന്നില്ല എനിക്ക്. ബട്ട് മാമൻ്റെ ഒപ്പം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു വ്യൂ പോയിന്റിൽ കൂടി ആത്മീയത എന്നുള്ള ഇതിനെക്കുറിച്ച് എനിക്കൊരു അറിവ് കിട്ടി. നമ്മുടെ മോഡേൺ ലൈഫ് നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആത്മീയതനെ കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ഡിഫറെൻറ്റ് ആൾക്കാരുടെ വ്യൂ പോയിൻറ്റ്സും നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതൊക്കെ ഒരു വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ വി ഡു നോട്ട് ഹാവ് ടു കോംപ്രമൈസ് അവർ കംഫർട്ട്സ് ടു ഗെറ്റ് ടു ഓൾ ദിസ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോയിന്റ് എനിക്ക് കിട്ടിയ. ഈ ആത്മീയതയെ പറ്റി നമ്മൾ പറയുമ്പോൾ സാധാരണ ഒരു കാഷായ വേഷം അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കണെന്ന് ആത്മീയത എന്ന് പറയുന്നത് ഭസ്മം പൂശി കാഷായ വേഷവും ഇത് ഭജനയുമായിട്ട് വെജിറ്റേറിയനും കഴിച്ച് വെറുതെ അമ്പലങ്ങളിൽ യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ആത്മീയത എന്നുള്ളത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ ഈ വിശ്വാസങ്ങൾ ഓരോരുത്തരുടെയും വേറെ വേറെയാണ്. നമ്മുടെ ഇതിൽ തന്നെ നിന്നുകൊണ്ട് ആ ഒരു എനർജിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആത്മീയത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എൻജോയ്മെന്റും കാര്യങ്ങളും ഉണ്ടായിക്കോട്ടെ, കൂട്ടത്തിൽ ഇതിനെയും കൊണ്ടുപോകുക. അതെ, അതാണ്. അതായത് നമ്മൾ ഫ്രീ ലൈഫ് ഒരു ബേഡിനെ പോലെ, പക്ഷിയെ പോലെ പ്രഷറും കൂടുതലായിട്ടൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാംനെസ്സും ഒരു പോസിറ്റിവിറ്റിയും നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാകുക അതുകൊണ്ടൊരു തെറ്റൊന്നുമില്ലല്ലോ. അത് ഫ്രീ ആയിട്ടുള്ള ലൈഫ്, ഒരു പക്ഷിയെ പോലെ ജീവിക്കുക എന്നുള്ളത് അല്ലേ? അതല്ല മനസ്സിലായത് അല്ലേ? അല്ലാതെ കുറെ ഈ ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, നമ്മൾ ആ ഒരു ഫ്രീ ആയിട്ടുള്ള മൈൻഡിലേക്ക് എത്തുക അല്ലേ? അപ്പൊ ആ ഒരു കാര്യം പോയിന്റ് മനസ്സിലാക്കാൻ പറ്റിയത് വളരെ ഭാഗ്യം. ഇപ്പൊ ഞങ്ങളിവിടെ 2-3 ദിവസം, ഇനി നമ്മൾ 2 ദിവസം ഉണ്ട് യാത്ര. അപ്പൊ ഏകദേശം ഒരുമാതിരി ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്.